ഒരു വെളുത്ത കയ്യുറ, വെളുത്ത സോക്സും കറുത്ത ഷൂസും അണിഞ്ഞ് വായുവിൽ ഒഴുകി നീങ്ങുന്ന പാദങ്ങൾ, വിരൽ തുമ്പിലെ മാന്ത്രികത, ഗുരുത്വാകർഷണത്തെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ചുവടുകൾ. ഇതൊരു കലാകാരൻ്റെ മാത്രം കഥയല്ല, ലോകത്തെ ഭ്രാന്ത് പിടിപ്പിച്ച ഒരു വിപ്ലവത്തിൻ്റെ കഥയാണ്. സംഗീത വീഡിയോകളുടെ ചരിത്രം മാറ്റിക്കുറിച്ച സ്റ്റേജ് പെർഫോമൻസുകൾക്ക് പുതിയ ഭാഷ നൽകിയ ഇതിഹാസം. അന്നും ഇന്നും എന്നും പകരം വെക്കാനില്ലാത്ത ആ പേര് മൈക്കിൾ ജാക്സൺ. ലോകം ഒരുപോലെ ആരാധിക്കുകയും അതേസമയം ഒരുപാട് സംശയത്തോടെ നോക്കിക്കാണുകയും ചെയ്ത പേരായിരുന്നു മൈക്കിൾ ജാക്സൺ. മരണത്തിന് 17 വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹം വാർത്തകളിൽ നിറയുകയാണ്. ഈ അടുത്തായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന എപ്സ്റ്റീൻ ഫയൽസിലെ പല ഭാഗങ്ങളിലായി മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, ഗായിക ഡയാന റോസ്, ഡൊണാൾഡ് ട്രംപ്, പ്രിൻസ് ആൻഡ്രൂ തുടങ്ങിയ പല പ്രമുഖരുടെയും പേരുകൾക്കൊപ്പം തന്നെ മൈക്കിൾ ജാക്സന്റെ പേര് കൂടി പലവട്ടം പരാമർശിച്ചതിലൂടെയാണ് അദ്ദേഹം വീണ്ടും ചർച്ചാ വിഷയമാകുന്നത്. എന്നാൽ ഇതിനെല്ലാം മുമ്പ് തന്നെ തൻ്റെ പ്രശസ്തിയുടെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന കാലത്ത് അദ്ദേഹം പല വിവാദങ്ങളിലും അകപ്പെടുന്നുണ്ട്. എന്നാൽ വിവാദങ്ങൾ ഏറെ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇന്നും പോപ്പ് സംഗീതത്തിലെ രാജാവാരെന്ന് ചോദിച്ചാൽ അതിന് മൈക്കിൾ ജാക്സൺ എന്നല്ലാതെ മറ്റൊരു പേര് പറയാൻ ആർക്കും കഴിഞ്ഞെന്ന് വരില്ല. ലോകം കണ്ട ഏറ്റവും വലിയ സംഗീത ആൽബമായ ത്രില്ലറും പരീക്ഷണങ്ങളുടെ വിസ്മയമായ ഡേഞ്ചറസും സൃഷ്ടിച്ച ആ പ്രതിഭയുടെ ജീവിതം വിവാദങ്ങൾക്കിടയിൽ എങ്ങനെയാണ് അവസാനിച്ചത്? മൈക്കിൾ ജാക്സന്റെ പ്രശസ്തിയും വിവാദങ്ങളും നിറഞ്ഞ ജീവിതകഥ നമുക്കൊന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു ലിറിക്സ് ഓഫ് ദ ലൈഫ്. 1958 ഓഗസ്റ്റ് 29 ഇന്ത്യാനയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജോസഫ് കാതറിൻ ദമ്പതികളുടെ 8ാമത്തെ മകനായാണ് മൈക്കിൾ ജാക്സൺ ജനിക്കുന്നത്. സംഗീതം ആ വീട്ടിൽ ഒഴിച്ചുകൂടാനാവാത്തതായിരുന്നു. എന്നാൽ മൈക്കിളിൻ്റെ ബാല്യം അത്ര സുഖകരമായിരുന്നില്ല. അച്ഛൻ ജോസഫ് മക്കളെ ക്രൂരമായി ശിക്ഷിച്ചായിരുന്നു സംഗീതം പഠിപ്പിച്ചിരുന്നത്. തൻ്റെ 5ാം വയസ്സിൽ ചേട്ടന്മാർക്കൊപ്പം ദ ജാക്സൺ 5 എന്ന ബ്രാൻഡിലെ പ്രധാന ഗായകനായി മൈക്കിൾ മാറി. ABC, ഐ വാണ്ട് യു ബാക്ക് തുടങ്ങിയ ഗാനങ്ങൾ ഹിറ്റായതോടെ അക്കാലത്ത് മൈക്കിൾ ഒരു ചൈൽഡ് സൂപ്പർ സ്റ്റാറായി മാറി. പക്ഷേ ഒരു ഗ്രൂപ്പിനുള്ളിൽ ഒതുങ്ങി നിൽക്കാൻ അവന് കഴിയുമായിരുന്നില്ല. 1979 ക്വിൻസി ജോൺസുമായി ചേർന്ന് ഓഫ് ദ വാൾ എന്ന ആൽബം പുറത്തിറക്കിയതോടെ മൈക്കിൾ തൻ്റെ സോളോ കരിയർ ആരംഭിക്കുകയായിരുന്നു. എന്നാൽ ഓഫ് ദ വാൾ വലിയ വിജയമായിരുന്നെങ്കിലും മൈക്കിൾ തൃപ്തനായിരുന്നില്ല. ലോകത്തിലെ ഓരോ പാട്ടും ഒരു ഹിറ്റായിരിക്കണം എന്ന വാശിയോടെയാണ് അദ്ദേഹം പിന്നീട് ത്രില്ലർ, അതുപോലെ ഡേഞ്ചറസ് എന്നീ ആൽബങ്ങൾ പുറത്തിറക്കുന്നത്. ലോക സംഗീത ചരിത്രത്തെ മാറ്റിമറിച്ച 2 വിസ്മയങ്ങളായിരുന്നു ഇത് രണ്ടും. ഒന്ന് പോപ്പ് സംഗീതത്തിൻ്റെ ഗതി മാറ്റിയെങ്കിൽ മറ്റേത് മൈക്കിളിൻ്റെ പരീക്ഷണാത്മകമായ കരിയറിലെ ഏറ്റവും മികച്ച വർക്കുകളിൽ ഒന്നായി മാറി. വിഖ്യാത സംഗീതജ്ഞൻ ക്വിൻസി ജോൺസും മൈക്കിളും ചേർന്നാണ് ഇത് നിർമ്മിച്ചത്. ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട ആൽബമായിരുന്നു ത്രില്ലർ. ഇതിലെ ബില്ലി ജീൻ എന്ന പാട്ടിലൂടെയായിരുന്നു പ്രശസ്തമായ മൂൺ വാക്ക് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത്. മൈക്കിൾ ജാക്സന്റെ പേരിനോടൊപ്പം തന്നെ ലോകം എപ്പോഴും ചേർത്ത് പറയുന്ന ഒന്നാണ് മൂൺ വാക്ക്. പുറകോട്ട് നടക്കുകയാണെങ്കിലും മുന്നോട്ട് നടക്കുന്നു എന്ന തോന്നൽ ഉളവാക്കുന്ന ഈ നൃത്തരീതി ജാക്സന്റെ സിഗ്നേച്ചർ സ്റ്റെപ്പായി മാറി. സത്യം പറഞ്ഞാൽ ഈ സ്റ്റെപ്പ് മൈക്കിൾ ജാക്സൺ കണ്ടുപിടിച്ചതായിരുന്നില്ല. ഇതിനു മുമ്പ് ബാക്ക് സ്ലൈഡ് എന്ന പേരിൽ തെരുവ് നർത്തകർ ഇത് ചെയ്തിരുന്നു. പ്രശസ്ത നർത്തകരായ ജെഫ്രി ഡാനിയൽ, കാസ്പർ കാൻഡിഡേറ്റ് എന്നിവരിൽ നിന്നാണ് മൈക്കിൾ ഇത് പഠിച്ചത്. പക്ഷേ ആ ചുവടിനെ മിനുക്കിയെടുത്ത് അതിന് മൂൺ വാക്ക് എന്ന് പേരിട്ട് ലോകപ്രശസ്തമാക്കിയത് മൈക്കിൾ ജാക്സൺ ആയിരുന്നു. 1984 ഗ്രാമി അവാർഡിൽ 8 പുരസ്കാരങ്ങളാണ് മൈക്കിൾ അന്ന് വാരിക്കൂട്ടിയത്. 90കളുടെ തുടക്കത്തിൽ സംഗീത ലോകം മാറിക്കൊണ്ടിരുന്നു. ക്വിൻസി ജോൺസുമായി പിരിഞ്ഞ മൈക്കിൾ കൂടുതൽ പുതുമയുള്ള ശബ്ദത്തിനായി ടെഡി റിലേയെ ഒപ്പം കൂട്ടി. അങ്ങനെയാണ് അവർ ഡേഞ്ചറസ് എന്ന ആൽബം പുറത്തിറക്കുന്നത്. ന്യൂ ജാക്ക് സ്വിംഗ് എന്ന സംഗീത ശൈലിയാണ് ഇതിൽ അവർ പരീക്ഷിച്ചത്. ഹിപ്പ് ഹോപ്പ്, R&B, പോപ്പ് എന്നിവയുടെ ഒരു മിശ്രിതമായിരുന്നു ഈ ആൽബം. ഇതിലെ ബ്ലാക്ക് ഓർ വൈറ്റ് എന്ന ഗാനം വംശീയതയ്ക്കെതിരെയുള്ള സന്ദേശമായിരുന്നു. ഇതിലെ മോർഫിംഗ് ടെക്നോളജി ഉപയോഗിച്ചുള്ള വീഡിയോ അക്കാലത്ത് വലിയ വിപ്ലവമായിരുന്നു. ഈജിപ്ഷ്യൻ പശ്ചാത്തലത്തിൽ ഒരുക്കിയ റിമെമ്പർ ദ ടൈം എന്ന വീഡിയോയിൽ മാജിക് തന്ത്രങ്ങളും മികച്ച നൃത്തവും കാണാം. ലോക സമാധാനത്തിനായി മൈക്കിൾ സമർപ്പിച്ച ഏറ്റവും മനോഹരമായ ഗാനങ്ങളിലൊന്നായിരുന്നു ഹീൽ ദ വേൾഡ്. ഡേഞ്ചറസ് ആൽബത്തിൻ്റെ കവർ പേജ് തന്നെ ഒരു നിഗൂഢമാണ്. മൈക്കിളിൻ്റെ കണ്ണുകൾ മാത്രം കാണാവുന്ന ആ ചിത്രം ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വച്ച കലാസൃഷ്ടിയായിരുന്നു. ത്രില്ലർ മൈക്കിളിനെ ഒരു ആഗോള സൂപ്പർ സ്റ്റാർ ആക്കിയെങ്കിൽ ഡേഞ്ചറസ് അദ്ദേഹത്തെ പരീക്ഷണങ്ങൾക്ക് ഭയമില്ലാത്ത ഒരു ക്രിയേറ്റീവ് ജീനിയസായി അടയാളപ്പെടുത്തി. ഇന്നും ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് പുതുമ തോന്നുന്നുണ്ടെങ്കിൽ അതാണ് മൈക്കിൾ ജാക്സൺ എന്ന കലാകാരൻ്റെ വിജയം. മൈക്കിൾ ജാക്സന്റെ ജീവിതം പ്രശസ്തിയുടെ കൊടുമുടിയിൽ ആയിരുന്നപ്പോഴും നിരവധി വിവാദങ്ങൾ അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്നു. 1993 ജോർദാൻ ചാൻഡലർ എന്ന 13 വയസ്സുകാരൻ്റെ കുടുംബം മൈക്കിളിനെതിരെ ബാലപീഡന ആരോപണങ്ങൾ ഉന്നയിച്ചു.
ഈ കേസ് കോടതിക്ക് പുറത്ത് ഏകദേശം $23 മില്യൺ നൽകി അന്ന് ഒത്തുതീർപ്പാക്കുകയായിരുന്നു. എന്നാൽ താൻ നിരപരാധിയാണെന്നും തന്റെ കരിയർ തകർക്കാതിരിക്കാനാണ് പണം നൽകിയതെന്നും മൈക്കിൾ പിന്നീട് പറയുകയും ചെയ്തിരുന്നു. അതുപോലെ 2023 ഗാവിൻ ആർവിസോ എന്ന കുട്ടി ഉന്നയിച്ച പരാതിയെ തുടർന്ന് മൈക്കിൾ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. നീണ്ട നാളത്തെ വിചാരണക്കൊടുവിൽ 2005 കോടതി അദ്ദേഹത്തെ പൂർണ്ണമായും നിരപരാധിയായി കണ്ട് കുറ്റവിമുക്തനാക്കുകയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കറുത്ത നിറം വെളുപ്പായി മാറ്റിയത് പ്ലാസ്റ്റിക് സർജറി മൂലമാണെന്ന് അന്ന് വലിയ തോതിൽ ആക്ഷേപം ഉയർന്നിരുന്നു. എന്നാൽ തനിക്ക് വിറ്റ്ലിഗോ എന്ന ചർമ്മരോഗമാണെന്ന് 1993 ഓപ്ര വിൻഫ്രിയുമായിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ഓട്ടോപ്സി റിപ്പോർട്ടിലും അദ്ദേഹത്തിന് ഈ രോഗമുണ്ടായിരുന്നെന്ന് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്കായി അദ്ദേഹം നിർമ്മിച്ച നെവർലാൻഡ് റാഞ്ച് എന്ന വലിയ വീടും അവിടുത്തെ മൃഗശാലയും വിനോദങ്ങളും പലപ്പോഴും സംശയത്തോടെയാണ് ലോകം കണ്ടത്. മുതിർന്നവർക്ക് പ്രവേശനമില്ലാത്ത ഈ ലോകം അദ്ദേഹത്തിന്റെ സ്വകാര്യതയെയും വിവാദങ്ങളെയും ഒരുപോലെ വളർത്തി. 2009 ജൂൺ 25 ലോകത്തെ നടുക്കിയ ആ വാർത്ത പുറത്തു വന്നത്. പോപ്പ് മ്യൂസിക് ഇതിഹാസം മൈക്കിൾ ജാക്സൺ അന്തരിച്ചു. തന്റെ തിരിച്ചുവരവ് കൺസേർട്ടായ ദിസ് ഇസ് ഇറ്റ് എന്ന പരിപാടിയുടെ റിഹേഴ്സലുകൾക്ക് ശേഷം ലോസ് ആഞ്ചലസിലെ വീട്ടിൽ വിശ്രമിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഹൃദയസ്തംഭനമുണ്ടായത്. ഉറക്കമില്ലായ്മയ്ക്ക് പരിഹാരമായി അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പ്രൊപ്പഫോൾ എന്ന അതിശക്തമായ അനസ്തേഷ്യ മരുന്നിന്റെ അമിത അളവ് മൂലമാണ് മരണം സംഭവിച്ചത് എന്നായിരുന്നു മെഡിക്കൽ റിപ്പോർട്ട്. കൂടാതെ ഡോക്ടർ കോൺറാഡ് മുറെ എന്ന മൈക്കിളിന്റെ പേഴ്സണൽ ഡോക്ടർ അശ്രദ്ധമായി മരുന്ന് നൽകിയെന്ന് കണ്ടെത്തുകയും 2011 അദ്ദേഹം ഇൻവോളണ്ടറി മാൻസ്ലേറ്റർ കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. മരണശേഷം പുറത്തിറങ്ങിയ ലീവിംഗ് നെവർലാൻഡ് എന്ന ഡോക്യുമെന്ററി വീണ്ടും വിവാദങ്ങൾക്ക് വഴിതെളിയിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ആരാധകരും കുടുംബവും ഈ ആരോപണങ്ങളെ ശക്തമായി തന്നെ നിഷേധിക്കുകയായിരുന്നു. 2024 തുടക്കത്തിൽ പുറത്തുവന്ന എപ്സ്റ്റീൻ കേസുമായി ബന്ധപ്പെട്ട കോടതി രേഖകളിൽ മൈക്കിൾ ജാക്സന്റെ പേരും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. എപ്സ്റ്റീന്റെ സ്വകാര്യ ശേഖരങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ചിത്രങ്ങളിൽ മൈക്കിൾ ജാക്സൺ, മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, ഗായിക ഡയാന റോസ് എന്നിവർ എപ്സ്റ്റീനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും ഉൾപ്പെടുന്നു. ജാക്സനെ കൂടാതെ ഡൊണാൾഡ് ട്രംപ്, അതുപോലെ പ്രിൻസ് ആൻഡ്രൂ തുടങ്ങിയ പല പ്രമുഖരുടെയും പേരുകൾ ഈ പുതിയ ഫയലുകളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ജെഫ്രി എപ്സ്റ്റീന്റെ ഫ്ലോറിഡയിലെ പാം ബീച്ചിലുള്ള വീട്ടിൽ മൈക്കിൾ ജാക്സൺ ഒരിക്കൽ പോയിട്ടുണ്ട് എന്നും രേഖകൾ പറയുന്നു. എപ്സ്റ്റീന്റെ വീട്ടിലെ ജീവനക്കാരായിരുന്ന ജോവാന ഷോബർഗ് നൽകിയ മൊഴിയിലാണ് മൈക്കിൾ ജാക്സനെ അവിടെ കണ്ട കാര്യം പറയുന്നത്. എന്നാൽ എപ്സ്റ്റീന്റെ വീട്ടിൽ വെച്ച് മൈക്കിൾ ജാക്സൺ നിയമവിരുദ്ധമായോ തെറ്റായ രീതിയിലോ പെരുമാറിയതായി ആരും ഇതുവരെ മൊഴി നൽകിയിട്ടുമില്ല. ജോവാനയുടെ മൊഴിപ്രകാരം താൻ മൈക്കിൾ ജാക്സന് ഒരു മസാജ് വാഗ്ദാനം ചെയ്തിരുന്നു എന്നും എന്നാൽ അദ്ദേഹം അത് നിരസിച്ചുവെന്നുമാണ് രേഖകളിൽ കാണുന്നത്. എന്നാൽ എപ്സ്റ്റീന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ജാക്സന് പങ്കുണ്ടെന്ന് തെളിയിക്കുന്ന വിവരങ്ങളൊന്നും ഈ ഫയലുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. എന്നാൽ എപ്സ്റ്റീന്റെ ഇരകളായ പെൺകുട്ടികളാരും ജാക്സനെതിരെ പരാതി നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. എപ്സ്റ്റീന്റെ ഫയലുകളിൽ ഒരാളുടെ പേരോ ചിത്രമോ ഉൾപ്പെട്ടു എന്നത് അവർ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാണെന്നതിന് തെളിവല്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. നേട്ടങ്ങളും കോട്ടങ്ങളും നിറഞ്ഞതായിരുന്നു മൈക്കിൾ ജാക്സന്റെ ജീവിതം. ഒരു വശത്ത് സംഗീത ലോകത്തെ തകർക്കാൻ കഴിയാത്ത റെക്കോർഡുകൾ, മറുവശത്ത് തീരാത്ത ദുരൂഹതകളും വിവാദങ്ങളും. ചരിത്രം അദ്ദേഹത്തെ എങ്ങനെ രേഖപ്പെടുത്തിയാലും കലയോടുള്ള അദ്ദേഹത്തിന്റെ അർപ്പണബോധം വരും തലമുറക്കും ഒരു വിസ്മയമായി തന്നെ തുടരും. ഇതിഹാസങ്ങളുടെ ജീവിതം പലപ്പോഴും ഇങ്ങനെയാണ്, വെളിച്ചവും നിഴലും കലർന്ന ഒന്ന്. പോപ്പ് ഇതിഹാസം മൈക്കിൾ ജാക്സനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു താരത്തിന്റെ ജീവിതകഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.